ബഹുമാനപ്പെട്ട മുൻ പഞ്ചായത്ത് മന്ത്രി ഡോക്ടർ കെ.ടി. ജലീൽ എം.എൽ.എക്ക് സംസ്ഥാന മദ്യനിരോധന സമിതി അധ്യക്ഷൻ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ അയക്കുന്ന ഒരു തുറന്ന വാചിക കത്ത്. നമസ്തേ ഡോക്ടർ, അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട എന്ന് പറയുന്നത് ബഹുമാനത്തോടെ തന്നെയാണ്. കാരണം നമ്മൾ പരിചിതരാണ് പരസ്പരം. മാത്രമല്ല, രാജ്യത്തെ പരമോന്നത വിദ്യാലയമായ വിശ്വവിദ്യാലയം എന്ന സർവകലാശാലയുടെ അത്യുന്നത ബിരുദമായ ഡോക്ടറേറ്റുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണല്ലോ താങ്കൾ. എന്നാൽ ആ പദവിക്ക് പോലും ആദരാപജയമുണ്ടാകുന്ന ഒരു ജനദ്രോഹപരമായ ഭരണഭീകരതയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടി വന്ന ഹതഭാഗ്യനാണ് താങ്കൾ. ആകയാൽ തന്നെ ഇഷ്ടജനങ്ങളാൽ പോലും പല കാരണങ്ങളാലും അഭിശപ്തനാവുകയും ചെയ്തു. അതാണല്ലോ അവസാന തെരഞ്ഞെടുപ്പിൽ മുമ്പ് കിട്ടിയതിൻ്റെ 1/4 വോട്ട് പോലും കിട്ടാതിരുന്നത്. വിശുദ്ധ ഖുർആൻ വരെ മാനം കെടുത്തൽ താങ്കൾ നടത്തിയെന്ന ഒരപവാദം വേറെയും വന്നു. എന്നാൽ ഇപ്പോൾ പറയുന്നത്, അന്ന് താങ്കൾ പാർട്ടി കൽപ്പന അപ്പാടെ അനുസരിച്ച് ചെയ്ത ഒരു കൊടും ക്രൂരത മറച്ചു പിടിക്കാൻ മറ്റൊരു ചെപ്പടി വിദ്യയ്ക്ക് കൂട്ടുനിൽക്കുന്നതിലെ ചതി എനിക്ക് തുറന്നു കാട്ടേണ്ടി വന്നിരിക്കയാലാണ്. താങ്കളോടുള്ള സ്നേഹാദരങ്ങൾ ഓർത്തുകൊണ്ട് തന്നെയാണത് ചെയ്യുന്നത്. താങ്കൾ പരപ്പനങ്ങാടിയിൽ ജനുവരി 25 നടന്ന ഒരു ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങലയ്ക്ക് ആളെ കൂട്ടാൻ പ്രചാരണം നടത്തുന്ന ഒരു വീഡിയോ ദൃശ്യം കാണുകയുണ്ടായി. അപ്പോഴാണ് താങ്കളുടെ സമീപന ഭേദങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ജനവഞ്ചന എന്ന കുറ്റം തുറന്നു കാട്ടണമെന്ന് എനിക്ക് തോന്നിയത്. സർ, ഉമ്മൻചാണ്ടിയെ താങ്കളുടെ പാർട്ടി അതിക്രൂരവും ഗർഹണീയവുമായ രീതിയിൽ അപമാനിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് താങ്കളുടെ പാർട്ടി അധികാരത്തിൽ വന്നത് 2016. ആ ഭരണമാറ്റം അബ്കാരികൾക്ക് വേണ്ടി തന്നെയായിരുന്നു. കാരണം 2016 അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ 29 ബാറുകൾ മാത്രമല്ലേ ഉണ്ടായിരുന്നത്, ബാക്കിയൊക്കെ ഉമ്മൻചാണ്ടി അടപ്പിച്ചതായിരുന്നുവല്ലോ. എന്നതിപ്പോൾ 814 എണ്ണമുണ്ട്. കഴിഞ്ഞ മാർച്ച് വരെ 28 ഇരട്ടിയിലേറെ. 7 കൊല്ലം കൊണ്ട് ശരാശരി 116 ബാറുകൾ വീതം. താങ്കളുടെ സർക്കാർ കേരളത്തിൽ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യത്തിൻ്റെ ലഭ്യതയും ഉപയോഗവും കുറച്ചു കൊണ്ടുവന്ന് ഒരു ലഹരിമുക്ത കേരളം ഉണ്ടാക്കുമെന്ന്. അറിയുമോ താങ്കൾ? കേരളത്തിൽ അന്നുള്ളതിൻ്റെ അത്ര ഇരട്ടി എന്ന് പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ മാത്രം ഒരു ബാർ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 26 സർ, 25 ഇരട്ടി. എന്നിട്ടും താങ്കളുടെ സർക്കാരിൻ്റെ മുൻകൈയിൽ വിമുക്തി പരിപാടി എന്തൊരു ചതിയും. താങ്കളുടെ പാർട്ടിയുടെ തന്നെ മുൻകൈയിൽ ലഹരി വിരുദ്ധ മനുഷ്യ ചങ്ങലയും നടത്തുന്നു. പോരാ, താങ്കൾ അതിൻ്റെ ബ്രാൻഡ് അംബാസഡറുമാകുന്നു. ഈ ബാറുകൾ ഇത്രയും വർദ്ധിച്ചതിന് താങ്കളുടെ പങ്കാണ് ഇവിടെ ചർച്ചാ വിഷയം. താങ്കൾ ഒരേ ഒരു വ്യക്തി ചെയ്ത കൊടും ക്രൂരതയുടെ ഫലമാണ് കേരളം ഇന്ന് മദ്യത്തിലും മറ്റ് ലഹരിയിലും മുങ്ങുന്നത് എന്നാണ് ഞാൻ സമർത്ഥിക്കാൻ പോകുന്നത്. ഞങ്ങൾ പാവപ്പെട്ട മദ്യനിരോധന സമിതി പ്രവർത്തകർ അച്യുതാനന്ദൻ അവർ ഭരിക്കുമ്പോൾ മലപ്പുറം കലക്ട്രേറ്റ് ഗേറ്റിൽ നടത്തിയ 953 ദിവസ സമരത്തിൽ ഒരു ദിവസം താങ്കളും വന്നതാണല്ലോ. രാജീവ് ഗാന്ധിയുടെ സ്വപ്നമായിരുന്ന പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയത് കരുണാകരൻ സർക്കാരായിരുന്നു. അന്നത്തെ പഞ്ചായത്ത് മന്ത്രി CT അഹമ്മദ് അവർ, പിണറായി സർക്കാരിലെ താങ്കൾ എന്ന പോലെ. ആ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിലെ 232, 447 വകുപ്പുകൾ ഓരോ പ്രദേശത്തും അബ്കാരി സ്ഥാപനങ്ങൾ നിരോധിക്കാൻ ജനങ്ങൾക്ക് അധികാരം നൽകിയിരുന്നു. അതനുസരിച്ച് പിന്നീട് ബാറുകളും ഷാപ്പുകളും കള്ളുഷാപ്പുകളും തടയാൻ അതത് പ്രദേശത്തെ അഭിമാനബോധമുള്ള ജനങ്ങൾ മുന്നോട്ട് വന്നു. പക്ഷേ പിന്നീട് അധികാരത്തിൽ വന്ന നായനാർ സർക്കാർ മദ്യമുതലാളികൾക്ക് വേണ്ടി ആ നിയമങ്ങൾ അട്ടിമറിച്ചു 99 മാർച്ച് 24 അസംബ്ലിയിലെ ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ. തുടർന്ന് ഞങ്ങൾ 8-9 കൊല്ലം വളരെ ക്ലേശങ്ങൾ സഹിച്ച് 2 മുന്നണി സർക്കാരുകൾക്ക് മുമ്പിലും ഒരുപാട് സമരങ്ങൾ നടത്തി. ഫലം കണ്ടില്ല. ഒടുവിൽ 2008 മെയ് 1 മൻമോഹൻജിയുടെ ജന്മദിനത്തിൽ, ലോക തൊഴിലാളി ദിനത്തിൽ തിരുവനന്തപുരത്തും കണ്ണൂർ ആരംഭിച്ച അനിശ്ചിതകാല സമരമാണ് സർ ആ ആഗസ്റ്റ് 21 മലപ്പുറത്തെത്തിയത്. അച്യുതാനന്ദൻ അവർ ഞങ്ങളുടെ സമരത്തെ പരിഗണിക്കാൻ മനസ്സ് കാണിച്ചെങ്കിലും പാർട്ടി അത് അനുവദിച്ചില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മനസ്സിൽ ആ സമരമുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് സുജാത വർമ്മ, ഖദീജ നർഗീസ്, ഇയച്ചേരി പത്മിനി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മദ്യവിരുദ്ധ മഹിളാവേദി 10,000 സ്ത്രീകളുടെ ഒപ്പുള്ള ഒരു ഭീമഹർജി അദ്ദേഹത്തിന് സമർപ്പിച്ചിരുന്നു. പിന്നീട് ഞങ്ങളുടെ ഒരു ജാഥാവേളയിൽ ശ്വേതകുമാരിയുമൊത്ത് അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ കിട്ടിയ മറുപടിയിൽ
ഞങ്ങൾക്ക് അഭിമാനം തോന്നി. മഹിളാവേദി സമർപ്പിച്ച ഭീമഹർജിയുടെ വൻ ഭാണ്ഡങ്ങൾ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, VS പറഞ്ഞു, ഈ ഒപ്പുകൾ എനിക്ക് ധാർമ്മികമായി തലവേദന ഉണ്ടാക്കുന്നു ടീച്ചറെ. എങ്കിൽ അവരുടെ ആവശ്യം അംഗീകരിച്ച് അതങ്ങ് അനുവദിച്ചു കൊടുത്തുകൂടെ എന്ന് സുഗതകുമാരി ചോദിച്ചപ്പോൾ അതെൻ്റെ പരിഗണനയിൽ ഉണ്ടെന്ന് അദ്ദേഹം പ്രതിവചിച്ചു. ഞങ്ങൾ സന്തോഷത്തോടെ മടങ്ങി. അധിക കമ്മ്യൂണിസ്റ്റുകാരും VSനെ പോലെ ആകാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ജാഥയിലുടനീളം ഈ കാര്യം ഞങ്ങൾ പരാമർശിച്ചു. പക്ഷേ ജാഥ കാസർകോട്ട് എത്തിയപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. PM സുധീരൻ അവർകളും PK കുഞ്ഞാലിക്കുട്ടി അവർകളും ഞങ്ങൾക്ക് നേരത്തെ ഉറപ്പ് തന്നതാണ് 2011 തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ ഞങ്ങളുടെ സമര ആവശ്യം അംഗീകരിക്കുമെന്നും ഞങ്ങൾ പറഞ്ഞ കാര്യം നടപ്പിലാക്കുമെന്നും അത് പ്രകടന പത്രികയിൽ ചേർക്കുമെന്നും. അങ്ങനെയാണ് സർ 953 ദിവസം ഞങ്ങൾ മലപ്പുറം സമരം പറഞ്ഞു, ഈ ഒപ്പുകൾ എനിക്ക് ധാർമ്മികമായി തലവേദന ഉണ്ടാക്കുന്നു ടീച്ചറെ. എങ്കിൽ അവരുടെ ആവശ്യം അംഗീകരിച്ച് അതങ്ങ് അനുവദിച്ചു കൊടുത്തുകൂടെ എന്ന് സുഗതകുമാരി ചോദിച്ചപ്പോൾ അതെൻ്റെ പരിഗണനയിൽ ഉണ്ടെന്ന് അദ്ദേഹം പ്രതിവചിച്ചു. ഞങ്ങൾ സന്തോഷത്തോടെ മടങ്ങി. അധിക കമ്മ്യൂണിസ്റ്റുകാരും VSനെ പോലെ ആകാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ജാഥയിലുടനീളം ഈ കാര്യം ഞങ്ങൾ പരാമർശിച്ചു. പക്ഷേ ജാഥ കാസർകോട്ട് എത്തിയപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. PM സുധീരൻ അവർകളും PK കുഞ്ഞാലിക്കുട്ടി അവർകളും ഞങ്ങൾക്ക് നേരത്തെ ഉറപ്പ് തന്നതാണ് 2011 തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചാൽ ഞങ്ങളുടെ സമര ആവശ്യം അംഗീകരിക്കുമെന്നും ഞങ്ങൾ പറഞ്ഞ കാര്യം നടപ്പിലാക്കുമെന്നും അത് പ്രകടന പത്രികയിൽ ചേർക്കുമെന്നും. അങ്ങനെയാണ് സർ 953 ദിവസം ഞങ്ങൾ മലപ്പുറം സമരം അവസാനിപ്പിച്ചത് 2011 മാർച്ച് 28. UDF ജയിച്ചിട്ടും ഉറപ്പ് തന്ന മദ്യനിരോധന അധികാരം തരാൻ മുന്നണിക്കായില്ല. PM സുധീരൻ KPC പ്രസിഡന്റ്, PK കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി. ഞങ്ങൾ ഉമ്മൻചാണ്ടിക്ക് മുമ്പിൽ 114 ദിവസം പിന്നെയും സത്യാഗ്രഹം നടത്തി. നിങ്ങളൊക്കെ പറയുന്നല്ലോ LDF വരുമ്പോഴേ സമരമുള്ളൂ. അല്ല, ഉമ്മൻചാണ്ടിക്ക് മുമ്പിൽ 114 ദിവസം സമരം നടത്തി. അങ്ങനെയാണ് 2012 ഒക്ടോബർ ഒടുവിൽ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ മദ്യനിരോധനാധികാരം ഉമ്മൻചാണ്ടി സർക്കാർ പുനഃസ്ഥാപിച്ചു തന്നത്. MP E.T. മുഹമ്മദ് ബഷീർ അവർകളും അതിന് കാര്യമായി തന്നെ സഹായങ്ങൾ ചെയ്തു. ഈ അധികാരം കിട്ടുന്നതിന് മുമ്പേ തന്നെ നായനാർ സർക്കാർ അട്ടിമറിച്ച വകുപ്പുകൾക്കുള്ളിൽ